വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ഇന്നുവരെ സിനിമ ഞാൻ ഇന്ന് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിൽ. ഡയറക്ടർ ആൻഡ് റൈറ്റർ വിഷ്ണു മോഹൻ, എഡിറ്റർ ഷമീർ മുഹമ്മദ്, സിനിമാറ്റോഗ്രാഫി ജോമോൻ ടി ജോൺ, പിന്നെ പ്രൊഡ്യൂസേഴ്സ് ജോമോൻ ടി ജോൺ, ഷമീർ മുഹമ്മദ് ആൻഡ് വിഷ്ണു മോഹൻ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ ബിജു മേനോൻ, മേതിൽ ദേവിക, നിഖില വിമൽ, അനു മോഹൻ, ഹക്കീം ഷാജഹാൻ, അനുശ്രീ, കോട്ടയം രമേശ്, രഞ്ജി പണിക്കർ, അപ്പുണ്ണി ശശി ആൻഡ് സിദ്ദീഖ്, പിന്നെ മറ്റു താരങ്ങളും. ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ്, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കാതെ കൊടുക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഹോം സ്ക്രീനിൽ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സിനിമ ഒരു ആക്ഷൻ മൂവിയോ അല്ലെങ്കിൽ കോമഡി മൂവിയോ അല്ലെങ്കിൽ സോങ്സിന് മാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ള മൂവിയോ ഒന്നുമല്ല. ഇതൊരു റിയൽ ജീവിതത്തിലുള്ള പ്രണയങ്ങളുടെ ഒരു കഥയാണ്. ഈ സിനിമ ഒരു പുസ്തകമാണെങ്കിൽ അതിലെ ഓരോ അധ്യായങ്ങളും വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ടവരുടെ പ്രണയങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ 1-ാം അധ്യായം പറയുകയാണെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള പ്രണയം, 2-ാം അധ്യായം പറയുകയാണെങ്കിൽ മുതിർന്നവർ തമ്മിലുള്ള പ്രണയം, അങ്ങനെ മുതിർന്നവരല്ലാതെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാത്ത, അതായത് സമൂഹത്തിൽ തെറ്റ് ചെയ്യുന്നവർ തമ്മിലുള്ള പ്രണയം, പിന്നെ പ്രണയത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രണയം ഉണ്ടാവുമല്ലോ, അതായത് പ്രണയിക്കാത്ത പ്രായം കൂടിയവർ തമ്മിലുള്ള പ്രണയം, അങ്ങനെയുള്ള പ്രണയങ്ങളൊക്കെയുള്ള, ഇതൊക്കെ റിയൽ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം പോലെ തന്നെയാണ് ഈ സിനിമയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമയിലത്തെ പ്രണയം എങ്ങനെയായിരിക്കും, അത് എന്തായാലും കുറേ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവസാനം വിജയിക്കുന്ന പോലെ ആയിരിക്കും അധിക സിനിമകളിലും പ്രണയം ഉണ്ടാവുക. പക്ഷേ റിയൽ ജീവിതത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുക, എല്ലാ പ്രണയങ്ങളും വിജയിക്കില്ല. അപ്പോൾ റിയൽ ജീവിതത്തിൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് ഒരു സിനിമയാക്കി ഇവർ കാണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു പ്രണയകഥ ഇതിനു മുമ്പ് ആരും എഴുതിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാര്യത്തിൽ വിഷ്ണു മോഹന് എൻ്റെ അഭിനന്ദനങ്ങൾ. അദ്ദേഹമാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്, അത് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഈ സിനിമയിൽ പ്രായം ചെന്നവരുടെ പ്രണയത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ബിജു മേനോനും അതുപോലെ മേതിൽ ദേവികയുമാണ്. അപ്പോൾ ഈ സിനിമയുടെ അവസാനം മേതിൽ ദേവിക ബിജു മേനോനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് ബിജു മേനോൻ്റെ ക്യാരക്ടർ പറയുന്ന ഉത്തരമാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്. അപ്പോൾ അത് അദ്ദേഹം പറയുമ്പോഴാണ് അവസാനം കഥ ഇന്നുവരെ എന്ന് എഴുതി കാണിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് സിനിമ കഴിയുമ്പോൾ അതിൻ്റെ പേര് എഴുതി കാണിക്കുമല്ലോ, അങ്ങനെ എഴുതി കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സിനിമയ്ക്ക് ഈ പേര് എന്തുകൊണ്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നതെന്ന്. ഇതിൽ നിഖില വിമലിൻ്റെ ക്യാരക്ടർ നല്ലൊരു തൻ്റെടമുള്ള ക്യാരക്ടറാണ്, അതവർ നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ അനുമോഹനും നല്ലൊരു നടനാണ്, അങ്ങേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രണയം ഇതിലുണ്ട് അവരുടെ ക്യാരക്ടേഴ്സിന്. അതേപോലെ തന്നെ ഹക്കീം ഷാജഹാനും അനുശ്രീ ഈ സിനിമയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര നല്ല വിഷയങ്ങളല്ല. അപ്പോൾ അതിന് പറ്റിയ ഒരാൾക്ക് അനുശ്രീയുടെ ക്യാരക്ടറിനെ ലവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ നടൻ ഹക്കീം ഷാജഹാൻ തന്നെയാണെന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹം വളരെ ക്യൂട്ടായിട്ട് ശാന്തമായിട്ടൊരു പച്ച പാവമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഈ ഒരു ക്യാരക്ടറിനെ ലവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഹക്കീം ഷാജഹാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ അനുശ്രീയും അവരുടെ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രായം ഒരുപാടായിട്ട് പ്രണയിക്കുന്നവരുടെ ക്യാരക്ടറിൽ വരുന്ന ബിജു മേനോനും മേതിൽ ദേവികയും അവരുടെ വേഷങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലെ വ്യത്യസ്ത പ്രായത്തിലും അതേപോലെ വ്യത്യസ്ത സ്വഭാവത്തിലും ഉള്ളവർ തമ്മിലുള്ള പ്രണയങ്ങളെ കാണിച്ചിട്ട് അവസാനം ക്ലൈമാക്സിൽ എത്തുമ്പോൾ ആ ക്ലൈമാക്സിനും ഈ തരം പ്രായങ്ങൾക്കുമൊക്കെ ഒരു ബന്ധം കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ഒരു ക്ലൈമാക്സ് ഈ സിനിമയിൽ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത് എങ്ങോട്ടോ പോകുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അവസാനമാണ് കാര്യം മനസ്സിലായത്. അപ്പോൾ അത് നിങ്ങൾ കാണുമ്പോൾ, ആ ക്ലൈമാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് റിയൽ ജീവിതത്തിലുള്ള പ്രണയങ്ങളാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് സിനിമ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിലെ പ്ലസ് പോയിന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിലൊരു മൈനസ് പോയിന്റ് ഞാൻ കണ്ടു. അതെന്താണെന്ന് പറയാം. അതൊരു വലിയ മൈനസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. തീർച്ചയായും വിഷ്ണു മോഹൻ ഇത് എഴുതുന്ന സമയത്ത് ആ ഒരു വിഷയത്തെ മാറ്റി പിടിക്കാമായിരുന്നു. അത് ഒരു ദൈവികമായ കാര്യമാണ്. ഇതിൽ അപ്പുണ്ണി ശശി എന്നൊരു നടൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സിനിമയിൽ സംഭവിച്ച കാര്യമാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം വരാത്തത്. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, അദ്ദേഹം സത്യസന്ധമായും നീതിപൂർവകമായും ദൈവികമായ ഒരു കാര്യത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്.
ആ ദൈവത്തെ സംബന്ധിച്ച് അദ്ദേഹം ആ കാര്യം ചെയ്തിട്ട് അവസാനം തൻ്റേതല്ലാത്ത കാരണത്താൽ അതിൽ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം സ്വയം ഇല്ലാതാകുന്നുണ്ട് ഈ സിനിമയിൽ. അതെന്തായാലും അങ്ങനെ റിയൽ ജീവിതത്തിൽ സംഭവിക്കില്ല. കാരണം ദൈവത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു, നീതിയോടെയും സത്യസന്ധതയോടെയും പ്രവർത്തിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാരണത്താൽ അല്ലാതെ അദ്ദേഹം ഇല്ലാതാകുന്നു. അങ്ങനെ റിയൽ ജീവിതത്തിൽ സംഭവിക്കില്ല. എൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. എനിക്ക് വേറൊരു ചാനലുണ്ട്, ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അതിൽ ഞാൻ എപ്പോഴും എൻ്റെ പേര് പറയാറുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയേണ്ടി വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ പേര് മാർട്ടിൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാർട്ടിനാണ്. പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്ന ദൈവം ഗണപതിയാണ്. അപ്പോൾ മാർട്ടിൻ ആരാധിക്കുന്ന ദൈവമായാലും ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഗണപതി ആയാലും ഇനി മുസൽമാൻ ആരാധിക്കുന്ന ദൈവമായാലും ദൈവം ഒന്ന് തന്നെയാണ്. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ സത്യസന്ധമായി നീതിപൂർവകമായി പ്രവർത്തിക്കുമ്പോൾ അയാൾ പരാജയപ്പെട്ടാലും തീർച്ചയായും ആ പരാജയം അയാളുടെ നന്മയ്ക്കായിരിക്കും. അങ്ങനെയാണ് സിനിമയിൽ കാണിക്കേണ്ടത്. പക്ഷേ ഇതിൽ അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ ഇല്ലാതാകുന്നു. അങ്ങനെ കാണിച്ചത് വലിയൊരു നെഗറ്റീവ് വശമായി മാറി. റിയൽ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയാം. അങ്ങനെ സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സമയത്ത് ദൈവം തന്നെ അയാളുടെ മുന്നിൽ വന്നിട്ട് അയാളെ അത് തടയും. അതിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മനുഷ്യരുടെ രൂപത്തിൽ ദൈവം അയാളുടെ അടുത്തേക്ക് വരും. അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വഴിയെങ്കിലും, ഇപ്പോൾ ആരെങ്കിലും അയാളെ വിളിച്ചിട്ടെങ്കിൽ ആ സമയത്ത് അയാളെ പിന്തിരിപ്പിക്കാനായിട്ട് ദൈവം ചിന്തിപ്പിച്ച് അങ്ങനെ ഒരു ഫോൺ കോൾ വഴിയെങ്കിലും ദൈവം അയാളുടെ അടുത്തേക്ക് വരും. ഇനി അതും അല്ലെങ്കിൽ അയാളുടെ തന്നെ സ്വയം ചിന്തയിലൂടെ ഞാൻ ഇങ്ങനെ ചെയ്യരുത് എന്ന് ദൈവം തോന്നിപ്പിച്ച് അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. കാരണം ദൈവവിശ്വാസമുള്ളവർക്കൊക്കെ അത് മനസ്സിലാകും. ഈ സിനിമയിൽ കാണിക്കുന്ന പോലെയാണെങ്കിൽ പിന്നെ ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിന് എന്താണ് അർത്ഥം? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ മേലെയുള്ള നമ്മുടെ ആശ്രയം, ഇതിലൊക്കെ എന്താണ് അർത്ഥമുള്ളത്? അപ്പോൾ ആ അർത്ഥങ്ങളെയൊക്കെ തെറ്റി ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമയിൽ അങ്ങനെ ഒരു സീന് വന്നത്. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് അയാൾ ഇല്ലാതാവുന്നത്. അതെന്തായാലും അംഗീകരിക്കാനാവില്ല. ഈ സിനിമയുടെ ദൈവവിശ്വാസമുള്ളവരൊക്കെ ഈ സിനിമ കാണുമ്പോൾ അതൊരു വലിയ നെഗറ്റീവ് വശമായിട്ടേ പറയുള്ളൂ. ഈ ഒരു വിഷയത്തിൽ വിഷ്ണു മോഹൻ എന്ത് തന്നെ അഭിപ്രായം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു ഉദാഹരണം ഞാനിവിടെ പറയാം. അത് എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് വിചാരിക്കേണ്ട. കാരണം നിങ്ങൾക്കത് പ്രയോജനപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്, ദൈവികമായ ഒരു സംഭവമാണെന്ന് കരുതിക്കോളൂ. അതിപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ അതിൽ ഞാനും ഇടപെട്ട ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, 5 or 6 വയസ്സേ എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എപ്പോഴും പന്ത് കളിക്കും. അപ്പോൾ എൻ്റെ പന്ത് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും അതിൻ്റെ പുറത്ത് പോയി വീഴും. അപ്പോൾ ഞാൻ അതിൽ കയറി എനിക്ക് ആ പന്ത് എടുക്കാൻ പറ്റില്ല, അങ്ങോട്ട് ചാടാൻ പറ്റില്ല, കാരണം വലിയ മതിലാണ്. അപ്പോൾ ഞാൻ അപ്പുറത്ത് കൂടെ പോയിട്ട് ആ മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് പന്ത് തപ്പിക്കൊണ്ടുവന്ന് പിന്നെയും കളിക്കും. അപ്പോൾ അവിടെ ആ പന്ത് വീഴുന്ന സ്ഥലമാണെങ്കിലോ വെറും കുപ്പിച്ചില്ലുകൾ, പാമ്പുണ്ട്, അതേപോലെ പാഴ്വസ്തുക്കളൊക്കെ എറിയുന്ന സ്ഥലമാണ്. അപ്പോൾ ബോധമുള്ളവരാരും അങ്ങോട്ട് പോവില്ല, പക്ഷേ ഞാൻ പോകും. പക്ഷേ ഞാൻ ചെറിയ കുട്ടിയല്ലേ, പന്തെടുക്കാൻ പോവുകയാണല്ലോ. ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനെയൊന്നും ചിന്തയില്ലല്ലോ, ചെരുപ്പ് പോലും ഇടാതെ എല്ലാ സ്ഥലത്തും ഓടിക്കളിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പന്തെടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കളിക്കുന്ന സമയത്ത് എൻ്റെ പന്ത് അപ്പുറത്ത് പോയി, ഞാൻ എടുക്കാൻ പോയി. അപ്പോൾ അതിന് മുമ്പ് സംഭവിച്ച മറ്റൊരു കാര്യം ഞാൻ പറയാം. അന്ന് ഞങ്ങളുടെ വീട് ഒരു ഓടിട്ട വലിയൊരു വീടായിരുന്നു. അതിൽ കുറേ പോർഷനുകളായിട്ട് തിരിച്ചിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഒരു ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയും അവരുടെ സ്വന്തം ചേട്ടനും അവിടെ വന്ന് താമസിച്ചിരുന്നു. അവർ വേറൊരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ഭാഗത്ത് ഗവൺമെൻറ് ജോലിയുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ലഭിച്ചതുകൊണ്ട് അവരിവിടെ വന്ന് ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ വന്ന് തൽക്കാലം വാടകയ്ക്ക് താമസിക്കുകയാണ്. വീണ്ടും അവർക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തൽക്കാലം അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ താമസിക്കുന്ന സമയത്ത് ആ ചേച്ചി നല്ല സ്വഭാവമാണ്.
അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അവർ ബോധം കെട്ട് വീണു. അപ്പോൾ അവരുടെ ചേട്ടൻ അവിടെ എന്തോ വേറൊരു പണിക്ക് പുറത്ത് പോയിരിക്കുകയാണ്. അങ്ങനെ ഈ കൂലിപ്പണിക്കൊക്കെ പോകും. അപ്പോൾ അങ്ങനെ പോയിരിക്കുകയാണ്. അവർ ബോധം കെട്ട് വീണു. അപ്പോൾ വായിൽ നിന്നൊക്കെ നൊരയും പതയും ഒക്കെ ഇങ്ങനെ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചത് അത് ഫിക്സ് വന്നിട്ട് ഈ അപസ്മാരം വരുമ്പോൾ അങ്ങനെ വരുമല്ലോ, അങ്ങനെ ഒരു അസുഖം അവർക്ക് ഉണ്ടെന്നാണ് നേരത്തെ ഒരു അറിവ്. അപ്പോൾ അതുകൊണ്ട് അതാണെന്ന് വിചാരിച്ചു. ആ സമയത്താണ് എൻ്റെ പന്ത്, ഇപ്പോൾ സിനിമയിലെ ഫ്ലാഷ് ബാക്ക് പോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, ആ സമയത്ത് എൻ്റെ പന്ത് അപ്പുറത്ത് പോയതും ഞാൻ അവിടെ പോയി തിരയാൻ പോയതും. അപ്പം ഞാൻ തിരയുന്ന സമയത്ത് ഞാൻ അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു രൂക്ഷഗന്ധം അനുഭവപ്പെട്ടു. അപ്പോൾ ആ രൂക്ഷഗന്ധം അനുഭവപ്പെട്ട സ്ഥലത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു കുപ്പി കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കുപ്പി എടുത്തപ്പോൾ അതൊരു സംഭവം എനിക്ക് എന്താണെന്ന് മനസ്സിലായി. അതൊരു കീടനാശിനിയുടെ കുപ്പിയാണ്. അപ്പോൾ ആ കുപ്പിക്കകത്ത് നിന്ന് ഒരു വെളുത്ത ഒരു ജാമ് പോലത്തെ ഒരു ലിക്വിഡ്, അതാണ് ആ കീടനാശിനി. അതിങ്ങനെ എൻ്റെ കയ്യിലൊക്കെ ആയി, പക്ഷേ അത് അടപ്പോടെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തു നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഒരുപാട് പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു കീടനാശിനിയാണ്. അപ്പോൾ ഈ കീടനാശിനി എടുത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തുകൊണ്ടോ, അന്ന് എനിക്ക് 5 or 6 വയസ്സേ ഉള്ളൂ, പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ തോന്നി ഈ കുപ്പിക്കും വേറൊരു സംഭവം ഉണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ വേഗം ആ കുപ്പി എടുത്തുകൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത് ഓടി വന്നിട്ട് ആ കുപ്പി അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഈ കുപ്പിക്കും ആ ചേച്ചി വീണതിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം അങ്ങനെ ചോദിക്കാൻ ശരിക്കും അന്നത്തെ പ്രായത്തിൽ എനിക്ക് തോന്നാൻ സാധ്യതയില്ല. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നി, അതാണ് സത്യം. അത് ചോദിച്ചു അമ്മ എൻ്റെ മുഖത്ത് നോക്കി ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പക്ഷേ ആ കുപ്പി അവിടെ കീടനാശിനിയുമായി ബന്ധപ്പെട്ട് അവിടെ ആരും തന്നെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അവിടെ കിടക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയതും തന്നെ ഈ ചേച്ചി ഇത് കുടിച്ചിരിക്കുകയാണ് എന്നൊരു തീവ്രമായ സംശയം ഉണ്ടായി. അപ്പോൾ വേഗം ആ കുപ്പിയും ആ ചേച്ചിനെയും എടുത്തുകൊണ്ട് അടുത്ത് തന്നെ താലൂക്ക് ആശുപത്രി ഉണ്ട്, അവിടേക്ക് കൊണ്ടുപോയി ആ കുപ്പി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് പോയിസൺ കഴിച്ച് തന്നെയാണെന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അവർ ചികിത്സിച്ച് അതിനെയൊക്കെ ഛർദ്ദിപ്പിച്ച് കളയിപ്പിച്ചു. അങ്ങനെ ആ ചേച്ചി രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഡോക്ടറൊക്കെ പറഞ്ഞത് ഈ കീടനാശിനി കുടിച്ചു കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടില്ല, പക്ഷേ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുവന്നത് കൊണ്ടും ചികിത്സ അവരിൽ വിജയിച്ചത് കൊണ്ടും മാത്രമാണ് അവരിപ്പോൾ ജീവനോടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, 5 or 6 വയസ്സുള്ള എനിക്ക് അപ്പോൾ ആ കുപ്പിയിലുള്ള സംഭവം അവർ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നിപ്പിച്ചതാരാണ്? അപ്പോൾ അതാണ് പറയുന്നത്, ദൈവം ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടും എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് അത്. ആ കുപ്പിയും അതേപോലെ അതിൻ്റെ പേരും ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, അത് ഞാൻ പറയുന്നില്ല. എന്നിട്ട് ആ ചേച്ചി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ആ ചേച്ചി അവരുടെ ജോലി സംബന്ധമായിട്ട് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം കൊണ്ട് അവർ മരിച്ചു പോയേനെ. പക്ഷേ അവർ നല്ലൊരു ചേച്ചിയാണ്, അതുകൊണ്ട് ദൈവാനുഗ്രഹിച്ച് അവർ രക്ഷപ്പെട്ടു. പിന്നെ അവരും പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുകയേ ഇല്ല പറഞ്ഞ് പിന്നെ അവർ ട്രാൻസ്ഫറായി ഇവിടുന്ന് പോയി കേട്ടോ. പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ കിട്ടി അവർ പോയി. പിന്നീട് ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വലുതായതിന് ശേഷം വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഇതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. എന്തായാലും നല്ലത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പരാജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം അവിടെ വന്ന് നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ ആ പരാജയം നമുക്ക് നന്മയ്ക്കായിരിക്കും എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് സിനിമയിലും കാണിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ പറഞ്ഞത്. അപ്പോൾ സിനിമയിൽ കാണിക്കുന്ന പ്രണയങ്ങളെ പോലെ അല്ലാതെ റിയൽ ജീവിതത്തിൽ ഇത്തരം പ്രണയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്ന് എടുത്തു കാണിക്കുന്ന ഒരു സിനിമയായതുകൊണ്ട് ഇത് കണ്ടിരിക്കാം, കുഴപ്പമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ നിങ്ങൾ കണ്ട് അവസാനം ഇതിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ജീവിതത്തിലോ ഇതുപോലെയൊക്കെ വ്യത്യസ്ത തരം പ്രായങ്ങളിലും സമയങ്ങളിലുമൊക്കെ പ്രണയങ്ങൾ ഉണ്ടാവുകയും അത് ഈ സിനിമയിൽ കാണിക്കുന്ന പോലെയൊക്കെയാണ് അവസാനം സംഭവിക്കുക എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങളിൽ വിജയിച്ചു, അതായത് നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായി എന്നാണ് അതിനർത്ഥം. അപ്പോൾ കഥ ഇന്ന് വരെ റിയൽ ജീവിതത്തിൽ പല പ്രായങ്ങളിൽ സംഭവിക്കാറുള്ള പലതരം പ്രണയങ്ങളുടെ യഥാർത്ഥ ആവിഷ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.